തൊയ്ക്കാവ് തീരദേശത്തിന്റെ ദാഹം അകറ്റിയിരുന്ന വാട്ടർ ടാങ്കും കിണറും ജലവിഭവ വകുപ്പ് സംരക്ഷിച്ചു. കിണറിന്റെ പരിസരം വൃത്തിഹീനമായ ചുറ്റുപാടിൽ ചെളിയും പായലും നിറഞ്ഞ് കിടക്കുകയായിരുന്നു. നാട്ടുകാർ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജു അമ്പലത്തിനോട് പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചെയർമാൻ ജലവിഭവ വകുപ്പ് അധികൃതരോട് സംസാരിക്കുകയും തുടർന്ന് കിണറിന് ചുറ്റും ഭിത്തി കെട്ടി സംരക്ഷിക്കുകയുമായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് വാട്ടർ ടാങ്ക് കാലപ്പഴക്കം മൂലം പൊളിച്ചു പണിതിരുന്നു. ഇപ്പോൾ വലയിട്ട് മൂടുകയും ചെയ്തു. ഏകദേശം 100 വർഷം പഴക്കമുള്ള കൽക്കിണറാണ് സംരക്ഷിച്ചത്. ആദ്യകാലത്ത് ഉപ്പുവെള്ളം മാത്രമാണ് തൊയ്ക്കാവ് അയ്യപ്പൻമാട് പ്രദേശത്തുണ്ടായിരുന്നത്. അന്ന് മത്സ്യത്തൊഴിലാളികൾക്കുൾപ്പെടെ തീരദേശവാസികൾക്ക് ഈ പൈപ്പ് വെള്ളമാണ് ഏക ആശ്രയമുണ്ടായിരുന്നത്. ജൽജീവൻ മിഷൻ പദ്ധതിയിൽ മുഴുവൻ വീടുകളിലും പീച്ചി ഡാമിലെ വെള്ളം എത്തിയെങ്കിലും വെങ്കിടങ്ങ് പഞ്ചായത്തിലെ വാർഡ് 14-ലെ 30 വീട്ടുകാരും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളമാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. കിണർ സംരക്ഷിച്ചു നിർത്തിയതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ. തൊയ്ക്കാവിലുള്ള വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൊരു വാട്ടർ ടാങ്കും അതിൻ്റെ കിണറിത് ടാങ്ക് മുകളിൽ ഈ ലൈനിങ്ങനെ പോയി ആശ്മയുടെ അതിൽ പോയിട്ട് തെക്കോട്ട് പോയിട്ട് അയ്യപ്പമാട് മേഖലയിൽ ഒരു 10-30 കുടുംബം, ആദ്യ കാലങ്ങളിലൊക്കെ 19 കുടുംബം ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ പീച്ച് ലൈൻ എല്ലായിടത്തും വന്നതിന് ശേഷം കുറച്ച് ഉപയോഗം കുറഞ്ഞില്ല. എന്നാലും പീച്ച് ലൈൻ 3-4 ദിവസമൊക്കെ അടുപ്പിച്ച് വെള്ളം ഇല്ലാതിരിക്കുമ്പോൾ ഈ വെള്ളം ആണ് ശരിക്കും ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. നല്ലൊരു ചായക്കട ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ പരിസരത്ത്. അതിനുശേഷം ഇതിൻ്റെ വൃത്തികളൊക്കെ കണ്ടപ്പോൾ ഞാൻ ബ്ലോക്ക് മെമ്പർ ഷാജു അമ്പലത്തിനെ വിളിച്ച് ഈ വാട്ടർ ടാങ്കിൻ്റെ കിണർ ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഷാജു വൃത്തിയാക്കി ആ പരിസരമൊക്കെ കോൺക്രീറ്റ് ചെയ്ത് പെരുക്കനിട്ട് കിണർ നല്ല വൃത്തിയാക്കി മൂടി പൂച്ച പട്ടിയൊന്നും വീഴാതിരിക്കാൻ ഇല വീഴാതിരിക്കാനുള്ള മൂടലെല്ലാം ചെയ്ത് ഇപ്പം നല്ല വൃത്തിയാക്കി.